ഹലോ, ഇന്ന് ഞാൻ വന്നേക്കുന്നുണ്ടല്ലോ ദാ ഈ മൈക്കിന്റെ റിവ്യൂ ചെയ്യാനാട്ടോ. ഇതെനിക്ക് ആക്ച്വലി ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ്. എന്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബർ ആയ ഉദയ് എന്ന് പറഞ്ഞ ചേട്ടൻ ഗിഫ്റ്റ് ചെയ്ത മൈക്കാണ്. ഇതിന്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ വന്നത്. ഇത് പുള്ളി റിയാദിന്ന് മേടിച്ചിട്ട് പിന്നെ എനിക്ക് കൊറിയറായിട്ട് അയച്ചു തന്നതാ. ഇതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവുമേ. ഇതിന് 2500 രൂപ വരുന്നുണ്ട്. നല്ല മൈക്കാട്ടോ, അടിപൊളിയാണ്. രണ്ട് മൈക്കാണ് വരുന്നത്. അതിനകത്ത് ചാർജ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാമേ. അപ്പൊ ദാ ഈ കാണുന്ന ബോക്സിനകത്താണ് റിസീവർ. ജസ്റ്റ് ഫോണിലേക്ക് പ്ലഗ് ചെയ്താൽ മാത്രം മതി. വേറെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യോ അതിനുവേണ്ടി ആപ്ലിക്കേഷൻ എടുക്കുകയോ ഒന്നും വേണ്ട. ഇതിൽ ആൻഡ്രോയിഡിനും ഐഫോണിനും വേണ്ടിയിട്ടുള്ള 2 പ്ലഗ് ആണ് ഈ കാണുന്നത്. പിന്നെ 2 മൈക്ക് വരുന്നുണ്ട്. മൈക്കിന്റെ മുകളിൽ വെക്കുന്ന ആ കോട്ടൺ ഇല്ലേ, പഞ്ഞി പോലത്തെ സാധനമുണ്ട്. പിന്നെ ഒരു വയേർഡ് ആയിട്ടുള്ള ഹെഡ്സെറ്റ് ഉണ്ട്. ഇത് ചാർജ് ചെയ്യാനായിട്ടൊരു സി ടൈപ്പ് വയർ മാത്രം ഉണ്ട് കേട്ടോ, ചാർജറിന്റെ വയർ. അത് ഈ ബോക്സിലേക്ക് കുത്തി ചാർജ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഒരു യൂസർ മാനുവലും വരുന്നുണ്ട്. പിന്നെ ഈ മൈക്കിന്റെ ഫസ്റ്റ് ബട്ടൺ എന്ന് പറയുന്നത് വോളിയം കൂട്ടാനായിട്ടും പിന്നെ പവർ ഓഫ് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഓഫും ഓണും ആകും. പിന്നെ സെക്കൻഡ് ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം കുറയ്ക്കാനും ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോയ്സ് റിഡക്ഷന് വേണ്ടിയിട്ടും നോയ്സ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടും കൂടെ ഉള്ളതാണ്. പിന്നെ വരുന്നത് 50 മീറ്റർ വരെ ഇതിന് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റൂ കേട്ടോ. പിന്നെ 1 അവർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 10 അവേഴ്സ് വരെ ഇതിന് ചാർജിങ് കിട്ടും. 3 ലെവൽ നമുക്ക് വോയിസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ എൻ്റെ മോട്ടോറോള ഫോണിൽ പ്ലഗ് ആൻഡ് പ്ലേ ആണെങ്കിലും എൻ്റെ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. എന്നിട്ട് ഞാൻ എക്സ്റ്റേണൽ മൈക്ക് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തപ്പോഴാണ് എൻ്റെ മോട്ടോറോള ഫോണിൽ ഇത് വർക്കിംഗ് ആയത്. അപ്പോൾ അത്രേ ഉള്ളൂ, അടിപൊളി മൈക്കാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഇതിൻ്റെ ബ്ലാക്ക് കളറും വൈറ്റ് കളറും ഓപ്ഷൻ വരുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ മേടിച്ച് വെച്ച ഒരു 250 രൂപയുടെ മൈക്ക് ഫോണിൻ്റെ സ്റ്റാൻഡാണ്. ഇതിലാണ് ഞാൻ റീൽസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് അത്ര യൂസർ ഫ്രണ്ട്ലി അല്ല, നല്ല പാടാണ്. ഇപ്പോൾ ഈ മൈക്ക് കണക്ട് ചെയ്യാൻ ഇതിൻ്റെ റിസീവർ ഇങ്ങനെ നീണ്ടു നിൽക്കുമല്ലേ, അപ്പം റീൽസ് എടുക്കുമ്പോഴൊക്കെ നല്ല പാടുണ്ട്, നല്ല ബുദ്ധിമുട്ടാണ്. ലോങ് വീഡിയോസ് എടുക്കുമ്പോഴാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റാൻഡാണിത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനലിൽ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള കുർത്തീസ്, ബാഗ്സ്, സാൻഡിൽസ് ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഈ സ്റ്റാൻഡിനേക്കാൾ നല്ലൊരു സ്റ്റാൻഡ് ഞാൻ കണ്ടിട്ടുണ്ട് നേരത്തെ. ഞാൻ അത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ബൈ, ടാറ്റാ, ടേക്ക് കെയർ.